ശ്രീമന്നാരായണീയം ദശകം 34 ശ്രീരാമാവതാര വർണ്ണനം. ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും തന്നെ അവരവരുടെ വീട്ടിലോ ക്ഷേത്രങ്ങളിലോ ഇരുന്ന് രാമായണം പാരായണം ചെയ്യുന്നുണ്ടാവും. എല്ലാവർക്കും അതുകൊണ്ട് തന്നെ രാമകഥ അറിയാവുന്നതും ആയിരിക്കും. എങ്കിലും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന്റെ ആ ഒരു ശൈലിയിൽ നാരായണീയത്തിലൂടെ ആ രാമകഥ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതിനേക്കാൾ പുതിയൊരു തലത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന രീതിയിലുള്ള ആ രചനാ വൈഭവം, ആ ഭക്തി നമുക്കൊരു പുതിയ വെളിച്ചം തരുന്ന ഒരു ദശകമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലായാലും സാമൂഹികമായിട്ടുള്ള ജീവിതത്തിലായാലും ഏതൊരു മനുഷ്യനും പിന്തുടരേണ്ടുന്ന സാൻമാർഗികമായിട്ടുള്ള മൂല്യങ്ങളുടെയും സ്നേഹത്തിന്റെയും വഴിയാണ് രാമായണം നമുക്ക് കാട്ടിത്തരുന്നത്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായാലും ധർമ്മത്തിന്റെ പാത ഉപേക്ഷിക്കരുത്. അനീതിക്കും തിന്മയ്ക്കുമെതിരെ എപ്പോഴും നീതിയും ധർമ്മം തന്നെ വിജയം നേടുന്നതാണ്. കടമകളും ഉത്തരവാദിത്തങ്ങളും പാലിക്കുന്നത് എപ്രകാരമാണ് ഒരു മകൻ, ഒരു സഹോദരൻ, ഭർത്താവ്, ഭരണാധികാരി എന്നീ നിലകളിലൊക്കെ സ്വന്തം കടമകളെ എപ്രകാരമാണ് ധർമ്മത്തിൽ നിലനിന്നുകൊണ്ട് ചെയ്തു തീർക്കുവാനായിട്ട് സാധിക്കുന്നത്, പിതൃവാക്യത്തെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്, സഹോദരങ്ങളോടുള്ള സ്നേഹം എപ്രകാരമാണ്, ഏത് സാഹചര്യത്തിലും ആ കുടുംബ ബന്ധങ്ങളെ എപ്രകാരം നിലനിർത്തിക്കൊണ്ടു പോകാം, സത്യസന്ധതയും വാഗ്ദാനങ്ങൾ പാലിക്കുന്നതും മറ്റുള്ളവർക്കായിട്ട് സ്വാർത്ഥതയില്ലാതെ ത്യാഗം സഹിക്കുന്നതും ഉത്തമമായ ജീവിതത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ആ തത്വങ്ങളെ, ആ മൂല്യങ്ങളെ എല്ലാം നമുക്ക് വിവേചിച്ച് പറഞ്ഞു തരുന്ന ഒരു ഗ്രന്ഥമാണ് രാമായണം. ഒരു കഥയായിട്ടല്ലാതെ, ഒരു ഇതിഹാസമായിട്ടല്ലാതെ, ഒരു കാവ്യമായിട്ടല്ലാതെ അതൊരു ജീവിതചര്യ തന്നെയാണ്. അഹങ്കാരത്തിന്റെ നാശവും അളവറ്റ അറിവും ശക്തിയും ഉണ്ടായിരുന്നിട്ടും രാവണന്റെ ആ അഹങ്കാരവും അവന്റെ കാമവുമാണ് രാവണനെയും ആ ലങ്കയെയും രാവണന്റെ ആ വംശത്തെ തന്നെയും നശിപ്പിച്ചത്. അഹങ്കാരം മനുഷ്യനെ വീഴ്ചയിലേക്ക് നയിക്കുമെന്ന വലിയൊരു പാഠം രാമായണം നമുക്ക് നൽകുന്നു. അതുപോലെ തന്നെ ഭക്തിയും ആത്മാർത്ഥതയും ഹനുമാനിലൂടെ, ഗുഹനിലൂടെ, ശബരിയിലൂടെ, അവരുടെ ആ സ്നേഹത്തിലൂടെയും നിഷ്കളങ്കമായ ഭക്തിയുടെയും ആ സമർപ്പണത്തിലൂടെയും ജാതിയോ പദവിയോ ഒന്നും തന്നെ തടസ്സമല്ല എന്ന് വ്യക്തമാക്കി കാണിക്കുന്നു. അങ്ങനെ രാമായണം എന്ന ആ മഹാകാവ്യത്തെ ഭക്തിരസത്തിൽ ചാലിച്ച് ഗുരുവായൂരപ്പന്റെ മുമ്പിൽ അർപ്പിക്കുന്ന ഒരു പുഷ്പാഞ്ജലിയാണ് ഈ ദശകം. നമുക്ക് ദശകത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ശ്ലോകം ശ്രദ്ധര എന്ന വൃത്തത്തിലാണ് രചിച്ചിരിക്കുന്നത്. 21 അക്ഷരങ്ങൾ ചേർത്തുള്ള വൃത്തമാണ്. ഗീർവാണൈരർത്ഥ്യമാനോ ദേശമുഖ നിധനം കോസലേഷു ഋഷ്യശൃംഗേ പുത്രീയാമിഷ്ടിമിഷ്ട്വാ ദദുഷി ദശരഥക്ഷ്മാഭൃതേ പായസാഗ്ര്യം തത്ഭുക്ത്യാ തത്പുരന്ദ്രീഷ്വപി ത്രിസൃഷു സമം ജാതഗർഭാസു ജാതോ രാമസ്ത്വം ലക്ഷ്മണേന സ്വയമധ ഭരതേ നാപി ശത്രുഘ്നനാംനാ. ഗീർവാണൈഃ അർത്ഥ്യമാനഃ ദശമുഖനിധനം കോസലേഷു ഋഷ്യശൃംഗേ പുത്രിയാം ഇഷ്ടിം ഇഷ്ട്വാ ദദുഷി ദശരഥ ക്ഷ്മാഭൃതേ പായസാഗ്ര്യം തദ്ഭുക്ത്യാ തത്പുരന്ദ്രീഷു അപി ത്രിസൃഷു സമം ജാത ഗർഭാസു ജാതഃ രാമഃ ത്വം ലക്ഷ്മണേന സ്വയം അധ ഭരതേന അപി ശത്രുഘ്ന നാംനാ. ഗീർവാണൈഹി അർത്ഥ്യമാനഃ ദേവന്മാരാൽ അപേക്ഷിക്കപ്പെട്ടവനായിക്കൊണ്ട് ദശമുഖനിധനം, ദശമുഖൻ 10 തലയും 20 കൈകളുമാണ് രാവണനുള്ളത്. അതുകൊണ്ടാണ് ദശമുഖൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. രാവണന്റെ വധത്തിനായിട്ട് കോസലേഷു, കോസല രാജ്യത്ത് അയോധ്യയിൽ ദശരഥന്റെ പുത്രനായിട്ട് ഭഗവാൻ അവതരിക്കുവാനായിട്ട് തീരുമാനമെടുക്കുകയാണ്. അതാണ് കോസലേഷു, കോസല രാജ്യത്ത് ഋഷ്യശൃംഗേ, ഋഷ്യശൃംഗ മഹർഷിയാൽ പുത്രിയാം ഇഷ്ടിം ഇഷ്ട്വാ, പുത്രകാമേഷ്ടി യാഗം ചെയ്ത് ദശരഥക്ഷ്മാഭൃതേ, ദശരഥ ഭൂമിപന് പായസാഗ്ര്യം ദദുഷി, ആ ദിവ്യമായ പായസത്തെ ലഭിച്ചപ്പോൾ തതുഭുക്ത്യ, അത് ഭക്ഷിച്ച് തതുപുരന്ദ്രീഷു അപി ത്രിസൃഷു, അദ്ദേഹത്തിന്റെ 3 പത്നിമാരിലും, കൗസല്യ, കൈകേയി, സുമിത്ര, ഇവരിൽ 3 പത്നിമാരിലും സമം ജാതഗർഭാസു, ഒരുപോലെ തന്നെ ഒരേ സമയം തന്നെ ഗർഭധാരണവും സംഭവിച്ചപ്പോൾ ത്വം രാമഃ, അങ്ങ് ശ്രീരാമനായും സ്വയം അങ്ങയുടെ അംശങ്ങളായിട്ട് ലക്ഷ്മണേന അധ ഭരതേന അപി ശത്രുഘ്ന നാംന, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നീ പേരുകളിലും ജാതഃ ജനിച്ചു അല്ലെങ്കിൽ
അവതരിച്ചു. അങ്ങനെ ദുഷ്ടനായ രാവണന്റെ ആക്രമങ്ങൾ കാരണം ബുദ്ധിമുട്ടിയ ദേവന്മാര് രാവണവധത്തിനായിട്ട് ഭഗവാൻ മഹാവിഷ്ണുവിനോട് അഭയം യാചിച്ചു. ദേവന്മാരുടെ ആ അപേക്ഷ പ്രകാരം ഭഗവാൻ മനുഷ്യനായിട്ട് അവതരിക്കാൻ നിശ്ചയിച്ചു. കാരണം ബ്രഹ്മദേവനിൽ നിന്ന് മനുഷ്യനാൽ മാത്രമേ താൻ വധിക്കപ്പെടാവൂ എന്നുള്ള ആ ഒരു വരം ദശമുഖൻ നേടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ മനുഷ്യനായിട്ട് അവതരിക്കുവാൻ നിശ്ചയിച്ചു. അക്കാലത്ത് കോസലത്തിലെ, അതായത് അയോധ്യയിലെ രാജാവായ ദശരഥ മഹാരാജാവിന് സന്താനങ്ങളൊന്നും ഇല്ലാതിരുന്നതിനാൽ ഋഷ്യശൃംഗ മഹർഷിയുടെ കാർമ്മികത്വത്തിൽ അദ്ദേഹം പുത്രകാമേഷ്ടി യാഗം നടത്തി. ആ യാഗാഗ്നിയിൽ നിന്ന് പ്രത്യക്ഷനായ യാഗപുരുഷൻ ദശരഥ മഹാരാജാവിന് സന്താന സൗഭാഗ്യം നൽകുന്ന ആ ദിവ്യമായ പായസത്തെ നൽകി. അദ്ദേഹമാകട്ടെ ആ പായസം തന്റെ 3 പത്നിമാർക്കുമായിട്ട് വീതിച്ചു നൽകി. പായസം കഴിച്ചതിനെ തുടർന്ന് 3 പേരും ഒരേ സമയം ഗർഭിണികളാകുകയും ചെയ്തു. തുടർന്ന് ഭഗവാൻ ശ്രീരാമൻ എന്ന പേരിൽ കൗസല്യാദേവിയിലും അതോടൊപ്പം തന്നെ ഭഗവാന്റെ തേജസിന്റെ അംശങ്ങളായിട്ട് ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നീ അനുജന്മാരും കൈകേയിലും സുമിത്രയിലുമായിട്ട് ജനിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഗീർവാണേരർത്ഥ്യമാനോ ദശമുഖ നിധനം കോസലേഷു ഋഷ്യശൃംഗേ പുത്രീയാമിഷ്ടിമിഷ്ട്വാ ദദുഷി ദശരഥക്ഷ്മാ ഹൃദേ പായസാഗ്ര്യം തത്ഭുക്ത്യാ തത്പുരന്ദ്രീഷ്വപി ത്രിസൃഷു സമം ജാതഗർഭാസു ജാതോ രാമസ്ത്വം ലക്ഷ്മണേന സ്വയമധ ഭരതേ നാഭിശത്രുഘ്നനാംനാ. രണ്ടാമത്തെ ശ്ലോകം. കോദണ്ഡീ കൗശികസ്യ ക്രതുവരമവിതും ലക്ഷ്മണേനാനുയാതോ യാദോ ഭൂസ്താദവാച മുനികഥിതമനുദ്വന്ദ ശാന്താധ്വഖേദ നൃണാം ത്രാണായ ബാണൈർ മുനിവചന ബലാദ് താടകാം പാടയിത്വാ ലബ്ധ്വാസ്മാദസ്ത്ര ജാലം മുനിവനമഗമോ ദേവസിദ്ധാശ്രമാഖ്യം. കോദണ്ഡി കൗശികസ്യ ക്രതുവരം അവിതും ലക്ഷ്മണേന അനുയാതഃ യാതഃ അഭൂഹു താതവാച മുനികഥിതം മനുദ്വന്ദ ശാന്ത അദ്വകേതഃ നൃണാം ത്രാണായ ബാണൈഃ മുനിവചനബലാത് താടകാം പാടയിത്വാ ലബ്ധ്വാ അസ്മാത് അസ്ത്രജാലം മുനിവനം അഗമഃ ദേവ സിദ്ധാശ്രമാഖ്യം. ദേവ, അല്ലയോ ഭഗവാനെ, കോദണ്ഡി, രാമദേവന്റെ ചാപമാണ് കോദണ്ഡം. ആ കോദണ്ഡവും ധരിച്ച്, അതാണ് കോദണ്ഡി, വില്ലേന്തിയവനായ കൗശികസ്യ കൃതുവരം അവിതും, ആ കൗശിക മുനിയുടെ, അതായത് വിശ്വാമിത്ര മഹർഷിയുടെ ശ്രേഷ്ഠമായ ആ യാഗത്തെ സംരക്ഷിക്കുന്നതിനായിട്ട് ലക്ഷ്മണേന അനുയാതഃ, ലക്ഷ്മണനാൽ അനുഗമിക്കപ്പെട്ടവനായി, താതവാച യാതഃ അഭുഹു, പിതാവായ ദശരഥ മഹാരാജാവിന്റെ ഉത്തരവനുസരിച്ച് പുറപ്പെട്ടു. മുനികഥിത മനുദ്വന്ദ ശാന്താദ്വഖേദഃ, മുനികഥിതം, വിശ്വാമിത്ര മഹർഷിയാൽ ഉപദേശിച്ചു കൊടുത്ത മനുദ്വന്ദം, ബല, അതിബല എന്നീ 2 ദിവ്യ മന്ത്രങ്ങളാണ് മനുദ്വന്ദം. ആ വിദ്യകളാൽ ശാന്താദ്വഖേദ, ആ വിശപ്പും ദാഹവും ആ യാത്രാക്ഷീണവും ഒക്കെ വിട്ടൊഴിഞ്ഞ്, നൃണാം ത്രാണായ, നൃണാം മനുഷ്യരുടെ ആ സജ്ജനങ്ങളുടെ സംരക്ഷണത്തിനായിട്ട്, മുനിവചന ബലാത്, വിശ്വാമിത്ര മഹർഷിയുടെ വാക്കിന്റെ ബലത്താൽ, താടകാം ബാണൈഹി പാടയിത്വാ, ആ താടക എന്ന ഘോര രാക്ഷസിയെ ബാണങ്ങളാൽ വധിച്ചിട്ട്, അസ്മാത് അനന്തരം അസ്ത്രജാലം ലബ്ധ്വാ, താടകാവധത്തെ തുടർന്ന് വിശ്വാമിത്ര മഹർഷി സന്തുഷ്ടനായി. അങ്ങനെ സന്തോഷത്തോടെ തന്നെ രാമന് മറ്റുള്ള ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ഉപദേശിച്ചു കൊടുത്തു. ആ ദിവ്യാസ്ത്രങ്ങളിൽ നേടിയിട്ട് സിദ്ധാശ്രമാഖ്യം മുനിവനം അഗമഹ, സിദ്ധാശ്രമം എന്നു പേരുള്ള തപോവനത്തിലേക്ക് എഴുന്നള്ളി. അങ്ങനെ വിശ്വാമിത്ര മഹർഷിയുടെ യാഗത്തെ രാക്ഷസന്മാരുടെ ശല്യത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായിട്ട് പിതാവായ ദശരഥ മഹാരാജാവിന്റെ കൽപ്പന അനുസരിച്ച് ഭഗവാൻ വില്ലും അമ്പും ഏന്തി ആ ലക്ഷ്മണ സമേതനായിട്ട് പുറപ്പെട്ടു. വഴിമധ്യേ യാത്രയുടെ ക്ഷീണവും വിശപ്പും ദാഹവും ഒഴിവാക്കുവാനായിട്ട് വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാർക്ക് ബല, അതിബല എന്നീ ദിവ്യ മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. അതോടെ സകല ക്ഷീണവും മാറി
തുടർന്ന് നാടിനും ജനങ്ങൾക്കും ഭീഷണിയായിരുന്ന താടക എന്ന ഘോര രാക്ഷസിയെ സ്ത്രീവധം അധർമ്മമല്ലേ എന്ന സംശയം കൂടാതെ തന്നെ മുനിയുടെ ആജ്ഞയനുസരിച്ച് അവിടുന്ന് അമ്പെയ്ത് കൊന്നു. ഇതിൽ സംപ്രീതനായ വിശ്വാമിത്ര മഹർഷി ദിവ്യങ്ങളായ അനേകം മന്ത്രങ്ങളും അസ്ത്രങ്ങളും രാമന് ഉപദേശിച്ചു നൽകി. തുടർന്ന് എല്ലാവരും കൂടി വിശ്വാമിത്രന്റെ ആശ്രമമായ സിദ്ധാശ്രമത്തിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. കോദണ്ഡീ കൗശികസ്യ ക്രതുവരമവിതും ലക്ഷ്മണേനാനുയാതോ യാതോ ഭൂസ്താദവാച മുനികഥിതമനുദ്വന്ദ്ശാന്താദ്വഖേദാം നൃണാം ത്രാണായ ബാണൈർമുനിവചനബലാത് താടകാം പാടയിത്വാ ലബ്ധ്വാസ്മാദസ്ത്രജാലം മുനിവനമഗമോ ദേവസിദ്ധാശ്രമാഖ്യം. മൂന്നാമത്തെ ശ്ലോകം. മാരീജം ദ്രാവയിത്വാ മഖശിരസി ശരൈർ അന്യരക്ഷാംസി നിഘ്നൻ കല്യാം കുർവന്നഹല്യാം പതിപദരജസാ പ്രാപ്യ വൈദേഹഗേഹം പിന്ദാനശ്ചാന്ദ്രചൂഡം ധനുരവനിസുതാം ഇന്ദിരാമേവ ലബ്ധ്വാ രാജ്യം പ്രാതിഷ്ഠധാസ്ത്വം ത്രിഭിരപി ച സമം ഭ്രാതൃവീരൈ സദാരൈ. മാരീചം ദ്രാവയിത്വാ മഖശിരസി ശരൈഃ അന്യരക്ഷാംസി നിഘ്നൻ കല്യാം കുർവൻ അഹല്യാം പതി പദരജസാ പ്രാപ്യ വൈദേഹ ഗേഹം പിന്ദാനഃ ചാന്ദ്രചൂഡം ധനുഃ അവനിസുതാം ഇന്ദിരാം ഏവ ലബ്ധ്വാ രാജ്യം പ്രാതിഷ്ഠതാഃ ത്വം ത്രിഭിഃ അപി ച സമം ഭ്രാതൃവീരൈഃ സദാരൈഃ. മഖശിരസി, ആ യാഗത്തിന്റെ ഒടുവിൽ ആ പൂർണ്ണ ആഹൂതി നടക്കുന്ന ആ ഒരു സമയത്ത് ശരൈഹി മാരീചം ദ്രാവയിത്വ, അവിടെ വീണ്ടും എത്തിച്ചേർന്നു ആ യാഗത്തെ മുടക്കുവാനായിട്ട് മാരീചനും സുബാഹുവും അവരുടെ അനുചരന്മാരായിട്ടുള്ള മറ്റ് രാക്ഷസന്മാരും കൂടി. അപ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അമ്പ് തൊടുത്ത് ആ മാരീചനെ അവിടെ നിന്നും ഓടിച്ചു. അതാണ് പറയുന്നത് ശരൈഹി മാരീചം ദ്രാവയിത്വ, ഒരു ശരത്താൽ ആ മാരീചനെ അവിടെ നിന്നും തുരത്തിയിട്ട് അന്യരക്ഷാംസി നിഘ്നൻ, മറ്റസുരന്മാരെ വധിക്കുകയും ചെയ്തുകൊണ്ട്, സുബാഹു തുടങ്ങിയ മറ്റ് അസുരന്മാരെ വധിക്കുകയും ചെയ്തുകൊണ്ട് ആ യാഗത്തെ സംരക്ഷിച്ചു. അങ്ങനെ ആ യാഗം സമാപിച്ചു. തുടർന്ന് 3 ദിവസം ആ യാഗശാലയിൽ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം കഴിഞ്ഞു. അനന്തരം മിഥിലയിലേക്ക് പുറപ്പെടുകയാണ്. ആ പോകുന്ന വഴിയിലാണ് പതിപദരജസ, ആ മിഥിലയിലേക്കുള്ള വഴിമധ്യേ അങ്ങയുടെ കാൽപാദത്തിലെ ധൂളി കൊണ്ട് അഹല്യാം കല്യാം കുർവൻ, ആ ശിലാരൂപിയായിരിക്കുന്ന അഹല്യയെ ശാപമുക്തയാക്കി പരിശുദ്ധയാക്കി തീർത്ത് വൈദേഹഗേഹം പ്രാപ്യ, ജനക മഹാരാജാവിന്റെ ആ മിഥിലയിൽ എത്തിച്ചേർന്ന് ചാന്ദ്രചൂഡം ധനുഹു പിന്ദാനഹ, മഹാദേവന്റെ ചന്ദ്രചൂഡന്റെ ആ ധനുസായിരുന്ന പിനാകം എന്ന ത്രയംബകം വില്ല്, ആ വില്ല് കുലച്ച് ഒടിക്കുകയും ഇന്ദിരാം ഏവ അവനീസുതാം ലബ്ധ്വാ, സാക്ഷാൽ ലക്ഷ്മീദേവി തന്നെയായ ആ ജനകപുത്രിയെ സീതയെ വധുവായി ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം അതിനുശേഷം അവിടുന്ന് സദാരേഹി ത്രിഭിഹി ഭ്രാതൃവീരൈഹി അപി ച സമം, ഭാര്യമാരോട് കൂടിയ മറ്റു വീരന്മാരായ 3 സഹോദരന്മാരോടുമൊപ്പം രാജ്യം പ്രാതിഷ്ഠതാഹ, സ്വന്തം രാജ്യമായ അയോധ്യയിലേക്ക് തിരിച്ചു പോകുവാനായിട്ട് തുടങ്ങി. അങ്ങനെ സിദ്ധാശ്രമത്തിലെത്തിയ ഭഗവാൻ രാമൻ വിശ്വാമിത്രന്റെ ആ യാഗം തടസ്സപ്പെടുത്തുവാനായിട്ട് വന്ന രാക്ഷസന്മാരെ ചെറുത്ത് തോൽപ്പിച്ചു. ആ യാഗം വിജയകരമായിട്ട് പൂർത്തിയാക്കിയ ശേഷം ജനക മഹാരാജാവ് നടത്തുന്ന യാഗം കാണുവാനായിട്ട് പുറപ്പെട്ടു. വഴിമധ്യേ ഗൗതമ മഹർഷിയുടെ ശാപത്താൽ കല്ലായി തീർന്ന അഹല്യയെ തന്റെ പാദസ്പർശനമേൽപ്പിച്ച് ശാപമുക്തയാക്കി പഴയ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. തുടർന്ന് മിഥിലയിലെത്തിയ ശ്രീരാമചന്ദ്രൻ ആർക്കും ഉയർത്തുവാൻ പോലും കഴിയാതിരുന്ന ആ ഭഗവാൻ ശിവന്റെ ദിവ്യധനുസ് നിഷ്പ്രയാസം ഉയർത്തി കുലയ്ക്കുകയും അത് 2ആയിട്ട് പൊട്ടിക്കുകയും ചെയ്തു. ഇതോടെ സാക്ഷാൽ മഹാലക്ഷ്മിയുടെ അവതാരമായ സീതാദേവിയെ ശ്രീരാമൻ പത്നിയായിട്ട് സ്വീകരിച്ചു. തുടർന്ന് സീതാ സ്വയംവരത്തോടൊപ്പം തന്നെ ഭരതന് മാണ്ഡവിയും ലക്ഷ്മണന് ഊർമിളയും ശത്രുഘ്നന് ശ്രുതകീർത്തിയും വധുക്കളായിട്ട് ലഭിക്കുകയും ചെയ്തു.
അങ്ങനെ ഭാര്യമാരോടൊപ്പം വീരന്മാരായ 3 സഹോദരന്മാരുമൊത്ത് ഭഗവാൻ സ്വന്തം രാജ്യമായ അയോധ്യയിലേക്ക് ആനന്ദത്തോടെ മടങ്ങി എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. മാരീജം ദ്രാവയിത്വാ മഖശിരസി ശരൈർ അന്യരക്ഷാംസി നിഘ്നൻ കല്യാം കുർവന്നഹല്യാം പഥിപദരജസാ പ്രാപ്യ വൈദേഹഗേഹം പിന്ദാനചാന്ദ്രചൂഡം ധനുരവനിസുതാമിന്ദിരാമേവ ലബ്ധ്വാം രാജ്യം പ്രാതിഷ്ഠതാസ്ത്വം ത്രിഭിരപി ച സമം ഭ്രാതൃവീരൈ സദാരൈ. 4-ാമത്തെ ശ്ലോകം. ആരുന്ധാനേരുഷാന്തേ ഭൃഗുകുലതിലകേ സംക്രമയ്യ സ്വതേജോ യാദേയാദോസ്യയോധ്യാം സുഖമിഹ നിവസൻ കാന്തയാ കാന്തമൂർത്തേ ശത്രുഘ്നേനൈകധാതോ ഗതവതി ഭരതേ മാതുലസ്യാധിവാസം താദാരബ്ധോ അഭിഷേകസ്തവ കില വിഗത കേകയാദീശപുത്ര്യാം. ആരുന്ധാനെ രുഷാന്ധേ ഭൃഗുകുലതിലകേ സംക്രമയ്യ സ്വതേജഃ യാദേ യാതഃ അസി അയോധ്യാം സുഖം ഇഹ നിവസൻ കാന്തയാ കാന്തമൂർത്തേ ശത്രുഘ്നേന ഏകദാ അധഃ ഗതവതി ഭരതേ മാതുലസ്യ അധിവാസം താത ആരബ്ധഃ അഭിഷേകഃ തവ കില വിഹിതഃ കേകേയ അധീശ പുത്രിയ. കാന്തമൂർത്തേ, മനോഹരമായ സ്വരൂപത്തോടുകൂടിയ അല്ലയോ ഭഗവാനെ, രുഷാന്തേ ഭൃഗുകുലതിലകെ, ക്രോധം കൊണ്ട് അന്ധനായ ആ ഭൃഗുകുല ശ്രേഷ്ഠൻ പരശുരാമൻ, ഭാർഗവരാമൻ അപ്പോൾ ആരുന്ധാനേ സതി, ആ വഴിയിൽ തടഞ്ഞു നിർത്തിയപ്പോൾ, അങ്ങനെ കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴിയിൽ ഭാർഗവരാമൻ അവരെ കോപാകുലനായിക്കൊണ്ട് തടഞ്ഞു നിർത്തി. അപ്പോൾ സ്വതേജഃ സംക്രമയ്യ, അദ്ദേഹത്തിന്റെ തേജസ് അങ്ങയിലേക്ക് ആവാഹിച്ചുകൊണ്ട് തസ്മിൻ യാതേ, അദ്ദേഹം പിന്നീട് മഹേന്ദ്ര പർവ്വതത്തിലേക്ക് മടങ്ങിയപ്പോൾ അയോധ്യാം യാതഃ അസി, അവിടുന്ന് അയോധ്യയിലേക്ക് തിരിച്ച് എഴുന്നള്ളി. കാന്തയ ഇഹ സുഖം നിവസൻ, പ്രിയപത്നിയായ സീതാദേവിയോടൊപ്പം അവിടെ സുഖമായി വസിക്കവേ അധ ഏകദ, ഒരിക്കൽ ഭരതേ ശത്രുഘ്നേന സഹ, ഭരതൻ ശത്രുഘ്നനോടൊപ്പം മാതുലസ്യ അധിവാസം ഗതവതി, മാതുലന്റെ അമ്മാവന്റെ കേകേയ രാജാവായ യുധാജിത്തിന്റെ കൊട്ടാരത്തിലേക്ക് പോയപ്പോൾ താത ആരബ്ധഃ തവ അഭിഷേകഃ, പിതാവായ ദശരഥൻ തുടങ്ങിവെച്ച അങ്ങയുടെ ആ യുവരാജ അഭിഷേകം കേകേയാദീശപുത്രിയ വിഹതഃ കില, കേകേയ രാജകുമാരിയായ കൈകേയിയാൽ തടസ്സപ്പെടുത്തുകയും ഉണ്ടായല്ലോ. അങ്ങനെ മിഥിലയിൽ നിന്ന് വിവാഹം കഴിഞ്ഞ് അയോധ്യയിലേക്ക് മടങ്ങി വരുന്ന വഴിക്ക് വെച്ച് ശിവധനുസ് ഒടിച്ച വിവരമറിഞ്ഞു കോപാകുലനായി വന്ന പരശുരാമൻ ശ്രീരാമന്റെ വഴി തടഞ്ഞു. ഭഗവാന്റെ അംശാവതാരം തന്നെയാണ് ഭാർഗവരാമനും. നമുക്കറിയാം, കാർത്തവീര്യാർജുനന്റെ വധത്തിനായിട്ട് അവതാരം കൊണ്ടതാണ്. ക്ഷത്രിയ വംശത്തെ 21 പരിവർത്തി നിഗ്രഹിച്ച പരശുരാമനാണ്. അതാണ് വന്ന് അത്രയും കോപത്തോട് തന്നെ ചോദിച്ചത്, ഞാൻ ലോകത്തുള്ള ക്ഷത്രിയന്മാരെ മുഴുവൻ കൊന്നൊടുക്കിയിട്ടും ഇനിയും വില്ലാളി വീരന്മാരായ ക്ഷത്രിയന്മാർ ജീവിച്ചിരിക്കുന്നു. മാത്രമല്ല, രാമൻ എന്ന പേരിൽ തന്നെ കൂടാതെ മറ്റൊരു രാമനോ? എങ്കിൽ എന്റെ കയ്യിലുണ്ടൊരു ധനുസ്, വൈഷ്ണവം മഹാസാരം, അതിനെ ആകുമെങ്കിൽ നീ കുലച്ചാലും, അതല്ല എങ്കിൽ എന്നോട് യുദ്ധം ചെയ്യുക എന്ന് വെല്ലുവിളിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഭഗവാൻ വളരെ ശാന്തനായി പരശുരാമന്റെ കയ്യിലിരുന്ന ആ വൈഷ്ണവ ധനുസിൽ അമ്പു തൊടുക്കുകയും പരശുരാമനിൽ ഉണ്ടായിരുന്ന ഭഗവാന്റെ ആ തേജസ് മുഴുവൻ ദാശരഥിയിലാകുകയും മുന്നം ഭഗവാൻ നാരായണൻ അരുൾ ചെയ്തിരുന്നു, ത്രേതായുഗേ ഞാൻ ദശരഥന്റെ പുത്രനായിട്ട് അവതരിക്കും. ആ സമയത്ത് നിന്നിലെ എന്റെ തേജസ്സിനെയെല്ലാം ദാശരഥിയിലാക്കിയിടുക എന്ന് പറഞ്ഞിരുന്നു. നാരായണന്റെ അവതാരം തന്നെയാണ് ശ്രീരാമദേവൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വൈഷ്ണവ തേജസ്സിനെയും ആ ശാർഘം എന്ന വൈഷ്ണവ ധനുസും ശ്രീരാമനിൽ സമർപ്പിച്ച് അദ്ദേഹം മഹേന്ദ്ര പർവ്വതത്തിലേക്ക് തപസ്സിനായിട്ട് പോവുകയും ചെയ്തു. അങ്ങനെ അയോധ്യയിൽ തിരിച്ചെത്തിയ ശ്രീരാമചന്ദ്രസ്വാമി തന്റെ പ്രിയപത്നിയായ സീതയോടുകൂടി കുറച്ചുനാൾ വളരെ സന്തോഷപൂർവ്വം കഴിഞ്ഞു. അതിനിടയിൽ കേകേയ രാജ്യത്തെ രാജാവായ യുധാജിത്ത് തന്റെ അനന്തരവനായ ഭരതനെ കൂട്ടുകൊണ്ടുപോകാനായിട്ട് ആളെ അയച്ചു. ദശരഥ
മഹാരാജാവിന്റെ നിർദ്ദേശപ്രകാരം ഭരതനും ശത്രുഘ്നനും കൂടി കേകയ രാജ്യത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു. ആ അവസരത്തിൽ ദശരഥ മഹാരാജാവ് ശ്രീരാമന് യുവരാജ അഭിഷേകം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുകയും അതിനായിട്ടുള്ള മുന്നൊരുക്കങ്ങളെല്ലാം ആരംഭിക്കുകയും ചെയ്തു. അതേ അവസരത്തിൽ മന്ദരയുടെ ആ ദുരുപദേശം കാരണം മനസ്സു മാറിയ കൈകേയി പണ്ടൊരിക്കൽ ദശരഥ മഹാരാജാവ് തനിക്ക് നൽകിയ ആ വരത്തെ ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീരാമദേവനെ 14 വർഷം വനവാസത്തിനും തന്റെ പുത്രനായ ഭരതനെ യുവരാജാവായിട്ട് അഭിഷേകവും ചെയ്യണമെന്ന് 2 വരം ആവശ്യപ്പെട്ടു. അങ്ങനെ കൈകേയിയാൽ ആ അഭിഷേകത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ആരുന്ധാനേരുഷാന്തേ ഭൃഗുകുലതിലകേ സംക്രമയ്യ സ്വതേജോ യാദേയാദോസ്യയോധ്യാം സുഖമിഹ നിവസൻ കാന്തയാ കാന്തമൂർത്തേ ശത്രുഘ്നേനൈകദാദോ ഗദവതി ഭരതേ മാതുലസ്യാധിവാസം താദാരബ്ധോ അഭിഷേകസ്തവ കില വിഹദ കേകയാദീശപുത്ര്യാ. 5-ാമത്തെ ശ്ലോകം. താദോപ്യായാതു കാമോ വനമനുജവതോ സംയുതശ്ചാപധാരാം പൗരാനാരുധ്യ മാർഗേ ഗുഹനിലയഗതസ്ത്വം ജടാചീരധാരി നാവാസം ദീര്യഗംഗാം അധിപദവിപുനസ്തം ഭരദ്വാജമാരാത് നത്വാ തദ്വാക്യഹേതോർ അതിസുഖമവസച്ചിത്രകൂടേ ഗിരീന്ദ്രേ. താത ഉക്ത്യാ യാതു കാമഃ വനം അനുജവധൂ സംയുതഃ ചാപധാരഃ പൗരാൻ ആരുധ്യ മാർഗേ ഗുഹ നിലയ ഗതഃ ത്വം ജടാ ചീരധാരി നാവാ സന്ദീര്യ ഗംഗാം അധിപദവി പുനഃ തം ഭരദ്വാജം ആരാത് നത്വാ തദ്വാക്യഹേതോഃ അതിസുഖം അവസഹ ചിത്രകൂടേ ഗിരീന്ദ്രേ. താതോക്തിയ താതന്റെ ഉക്തിയാൽ പിതാവിന്റെ വാക്ക് കാരണം അനുജവധു സംയുതഃ അനുജനായ ലക്ഷ്മണനോടും വധുവായ സീതയോടും കൂടി ചാപധാരഃ ചാപവും ധരിച്ച് വനം യാതുകാമഹ വനത്തിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ പോകുവാനായിട്ട് തയ്യാറായി. അപ്പോൾ ആ കൂടെ ആ രാജ്യത്തുള്ള മറ്റുള്ളവരെല്ലാം അദ്ദേഹത്തെ അനുഗമിക്കുകയാണ് ചെയ്തത്. അതാണ് പറയുന്നത്, മാർഗേ പൗരാൻ ആരുധ്യ വഴിയിൽ വെച്ച് തങ്ങളെ അനുഗമിച്ച ആ അയോധ്യയിലെ ജനങ്ങളെ വഴിതിരിച്ചു വിട്ടിട്ട് അവരുറങ്ങുന്ന സമയം നോക്കി ഭഗവാൻ അവിടെ നിന്ന് യാത്ര തിരിച്ചു. അവരുണർന്നു നോക്കിയപ്പോൾ ഭഗവാനെ കണ്ടില്ല. അവരവരുടെ ഗൃഹത്തിലേക്ക് തന്നെ പോയി. അതാണ് പറഞ്ഞത്, അവരെ കൂടെ കൊണ്ടുപോകുന്നത് അവർക്കും കഷ്ടപ്പാടാകും. അതുകൊണ്ട് ഭഗവാൻ അവരെ വഴിതിരിച്ചു വിട്ടിട്ട് ഗുഹനിലയ ഗതഃ ഗുഹൻ എന്ന നിഷാദ രാജാവിന്റെ വാസസ്ഥലത്ത് എത്തിച്ചേർന്നു. ത്വം ജടാചീരധാരി അവിടുന്ന് ജടയും മരവുരിയും ധരിച്ച് നാവ ഗംഗാം സന്തീര്യ ഒരു തോണിയിൽ ഗുഹന്റെ സഹായത്തോടെ ഗംഗാനദി കടന്ന് ആധിപദവി വഴിമധ്യേ പുനഃ പിന്നീട് ആരാത് തം ഭരദ്വാജം നത്വാ അവിടെ അടുത്തു തന്നെയാണ് ഭരദ്വാജ മഹർഷിയുടെ ആശ്രമം. അദ്ദേഹത്തെ കണ്ടു വന്നിച്ച് തദ്വാക്യഹേതോഹോ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ചിത്രകൂടേ ഗിരീന്ദ്രേ ആ പർവ്വതശ്രേഷ്ഠമായ ചിത്രകൂടത്തിൽ അതിസുഖം അവസഹ അത്യന്തം സുഖത്തോടെ വസിച്ചു. അങ്ങനെ പിതാവായ ദശരഥന്റെ വാക്കുപാലിക്കുവാനായി ഭഗവാൻ ശ്രീരാമൻ ആയുധധാരിയായിട്ട് തന്നെ സീതാദേവിയോടും ലക്ഷ്മണനോടുമൊപ്പം വനവാസത്തിനായിട്ട് പുറപ്പെട്ടു. തങ്ങളെ അനുഗമിച്ച അയോധ്യാവാസികളെ വഴിമധ്യേ സൂത്രത്തിൽ തടഞ്ഞു നിർത്തി അവർ ഉറങ്ങുന്ന സമയം നോക്കി രാമൻ യാത്ര തുടർന്നു. തുടർന്ന് രാജകീയമായ വസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ച് ജടയും മരവുരിയും ധരിച്ച് ഭക്തനായ ഗുഹന്റെ സഹായത്തോടെ തോണിയിൽ ഗംഗാനദി കടന്ന ഭഗവാൻ വഴിമധ്യേ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലെത്തി അദ്ദേഹത്തെ വന്ദിച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം താമസിക്കുവാൻ അനുയോജ്യമായ ചിത്രകൂട പർവ്വതത്തിൽ എത്തിച്ചേരുകയും അവിടെ സന്തോഷത്തോടെ വസിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ.
താതോക്ത്യായാതു കാമോ വനം അനുജവധൂ സംയുതശ്ചാപധാരാം പൗരാനാരുദ്യമാർഗേ ഗുഹനിലയഗത സ്ത്വം ജടാചീരധാരീ നാവാസന്ദീര്യ ഗംഗാമധിപദവിപുന തം ഭരദ്വാജമാരാത് നത്വാ തദ്വാക്യഹേതോരതിസുഖമവസച്ചിത്രകൂടേ ഗിരീന്ദ്രേ. ആറാമത്തെ ശ്ലോകം. ശ്രുത്വാ പുത്രാർത്ഥിഖിന്നം ഖലു ഭരതമുഖാത് സ്വർഗയാതം സ്വതാദം തപ്തോ ദത്വാംബുതസ്മൈ നിധതിത ഭരതേ പാതുകാം മേദിനീം ച അത്രീം നത്വാധ ഗത്വാം വനമതിവിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാതം സുഗതിം അകലയശ്ചാരുഭോ ശാരഭംഗീം. ശ്രുത്വാ പുത്രാർത്ഥിഖിന്നം ഖലു ഭരതമുഖാത് സ്വർഗയാതം സ്വതാതം തപ്തഃ ദത്വാ അംബു തസ്മൈ നിദധിത ഭരതേ പാതുകാം മേദിനീം ച അത്രീം നത്വാ അധ ഗത്വാ വനം അതിവിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാധം സുഗതിം അകലയഃ ചാരുഹോ ചാരുഭംഗി. സ്വതാതം സ്വന്തം പിതാവായ ദശരഥൻ പുത്രാർത്ഥിഖിന്നം പുത്രന്മാരെ പിരിഞ്ഞതിലുള്ള അത്യധികമായ ദുഃഖത്താൽ സ്വർഗയാതം സ്വർഗസ്ഥനായി മരിച്ചുപോയി എന്ന് ഭരതമുഖാത് ശ്രുത്വാ ഖലു ഭരതന്റെ വാക്കുകളിൽ നിന്ന് കേട്ടറിഞ്ഞ് തപ്തഃ തസ്മൈ അംബു ദത്വാ മനസ്സുനൊന്ത് പിതാവിനായിട്ട് ജലതർപ്പണം ചെയ്യുകയും തുടർന്ന് ഭരതേ പാതുകാം മേദിനീം ച നിധതിത ഭരതന് രാജ്യഭരണത്തിനായിട്ട് തന്റെ പാതുകങ്ങളും രാജ്യത്തിന്റെ ആ ഭരണഭാരവും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവനെ യാത്രയാക്കി. അതിനുശേഷം അഥ അത്രീം നത്വ അത്രി മഹർഷിയെ കണ്ട് വന്ദിച്ചു. അതിനുശേഷം അതിവിപുലം ദണ്ഡകം വനം ഗത്വ അത്യന്തം വിശാലമായ ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിച്ച് ചണ്ഡകായം വിരാധം ദൈത്യം ഹത്വ ഭീകര ശരീരിയായിട്ടുള്ള ആ വിരാധൻ എന്ന രാക്ഷസനെ വധിക്കുകയും അതിനുശേഷം ഹോ ചാരു ശാരഭംഗിയും സുഗതിം അകലയഹ അല്ലയോ ഭഗവാനെ ആ ശരഭംഗ മഹർഷിക്ക് ഉത്തമമായ ആ പുണ്യഗതിയെ ആ മോക്ഷത്തെ നൽകുകയും ചെയ്തു. അങ്ങനെ തന്റെ ജ്യേഷ്ഠൻ വനവാസത്തിന് പോയി എന്നറിഞ്ഞ് വളരെയധികം ദുഃഖിച്ച ഭരതൻ സർവരെയും കൂട്ടിക്കൊണ്ട് വനത്തിലെത്തിപ്പെടുകയും ഗുഹന്റെ സഹായത്തോടെ തന്നെ ശ്രീരാമനെ കാണുകയും ചെയ്തു. അങ്ങനെ ചിത്രകൂടത്തിൽ വെച്ച് ഭരതൻ വന്ന് കണ്ടപ്പോഴാണ് പിതാവായ ദശരഥ മഹാരാജാവ് രാമവിരഹ ദുഃഖത്താൽ പരലോകം പ്രാപിച്ചു എന്ന വിവരം അറിയുന്നത്. ആ വാർത്ത കേട്ട് ദുഃഖിതനായ ഭഗവാൻ പിതാവിനായിട്ട് ഗംഗയിൽ ജലതർപ്പണം നടത്തി അയോധ്യയിലേക്ക് മടങ്ങാൻ വിസമ്മതിച്ചിരുന്ന ആ ഭരതനെ പിതൃവാക്യം പാലിക്കേണ്ടതിന്റെ ആവശ്യകത പറഞ്ഞ് മനസ്സിലാക്കി ഭരതന്റെ ആവശ്യപ്രകാരം തന്റെ പാതുകങ്ങളും നൽകി അവനെ യാത്രയയച്ചു. രാജ്യത്തിന്റെ 14 വർഷം ആ രാജ്യഭരണം ഭംഗിയായി നടത്തണമെന്ന് അവനെ അനുഗ്രഹിച്ച് തിരിച്ചയക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് അത്രി മഹർഷിയുടെ ആശ്രമത്തിലെത്തി അദ്ദേഹത്തെ വന്ദിച്ച് അനുഗ്രഹവും വാങ്ങി. തുടർന്ന് അതിഭയങ്കരമായ ആ ദണ്ഡകാരണ്യത്തിൽ പ്രവേശിച്ച ഭഗവാൻ അവിടെ ആശ്രമങ്ങളിലായിട്ട് കഴിഞ്ഞുകൂടിയിരുന്ന ഋഷിമാരുടെ ഭീഷണിയായിരുന്ന വിരാധൻ എന്ന ഘോര രാക്ഷസനെ വധിക്കുകയും ചെയ്തു. അനന്തരം ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിലെത്തുകയും ഭഗവാന്റെ ദർശനത്തിനായിട്ട് മാത്രം അവിടെ വസിച്ചുകൊണ്ടിരുന്ന ആ മഹർഷിക്ക് ഉത്തമമായ പുണ്യലോകത്തെ ആ മോക്ഷത്തെ പ്രദാനം ചെയ്യുകയും ചെയ്തു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ശ്രുത്വാ പുത്രാർത്ഥിഖിന്നം ഖലു ഭരതമുഖാത് സ്വർഗയാതം സ്വദാതം തപ്തോ ത്വാംബുതസ്മൈ നിധതിത ഭരതേ പാതുകാം മേദിനീം ച അത്രീം നത്വാധ ഗത്വാ വനമതിവിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാധം സുഗതിമകലയ ചാരുഭോ ശാരഭംഗീം. ശ്ലോകം 7.
न त्वागस्त्यं समस्ताशरनिगरसभद्राकृतिं तापसेभ्यं प्रत्यस्रौषी प्रियैषी तदनुज मुनिना वैष्णवे दिव्यचापे ब्रह्मास्त्रे चापि दत्ते पदि पितृसुहृदं वीक्ष्य भूयो जडायुं मोदाद्गोदादडान्ते परिरमसि पुरा पञ्चवढ्यां वधूढ्या नत्वा अगस्त्यं समस्त आशर निगर सपत्राकृतिं तापसेभ्यः प्रत्यस्रौषि प्रियैषि तदनु च मुनिना वैष्णवे दिव्यचापे ब्रह्मास्त्रे च अपि दत्ते पथि पितृसुहृदं वीक्ष्य भूयः जडायुं मोदाद् गोदातडान्ते परिरमसि പുരാ പഞ്ചവട്യാം വധൂഢ്യ. അഗസ്ത്യം നത്വ, അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലെത്തി അദ്ദേഹത്തെ വന്ദിച്ചിട്ട് താപസേഭ്യ പ്രിയൈഷി, അഗസ്ത്യ മഹർഷി പറഞ്ഞത് കേട്ട്, അതായത് അവിടെ ഉണ്ടായിരുന്ന ഋഷീശ്വരന്മാരെ എല്ലാം ബുദ്ധിമുട്ടിക്കുന്ന ആ കുറേയധികം രാക്ഷസന്മാരുടെ ആ ശല്യത്തെക്കുറിച്ച് രാമദേവനോട് പറഞ്ഞു കേൾപ്പിച്ചു. തപസ്സികളുടെ ആ നന്മയെ ആഗ്രഹിച്ചുകൊണ്ട് സമസ്താശര നികര സപത്രാകൃതിയും സകല രാക്ഷസ കൂട്ടത്തെയും അമ്പുകളാൽ തളച്ചുകൊള്ളാമെന്ന് പ്രത്യസ്രൗഷി അവിടുന്ന് പ്രതിജ്ഞയും ചെയ്ത് തദനു അതിനുശേഷം ചമുനിന ആ അഗസ്ത്യമുനിയാൽ വൈഷ്ണവേ ദിവ്യചാപേ ദിവ്യമായ വൈഷ്ണവ ധനുസും ബ്രഹ്മാസ്ത്രേ ച അഭിദത്തെ സതി ബ്രഹ്മാസ്ത്രവും നൽകി അനുഗ്രഹിച്ചു. പഥി പിതൃസുഹൃദം ജഡായും വീക്ഷ്യ, അങ്ങനെ പോകുന്ന വഴിയിൽ പിതാവിന്റെ സുഹൃത്തായ ജഡായു എന്ന പക്ഷിശ്രേഷ്ഠനെ കണ്ട് പൂയഹ പിന്നീട് പുരാ ഗോദാതടാന്തേ ഗോദാവരിയുടെ തീരത്തുള്ള പഞ്ചവടിയിൽ വധൂട്യ മോദാത് പരിരമസി പത്നിയായ സീതാദേവിയോടൊപ്പം സന്തോഷത്തോടുകൂടി വസിച്ചു. അങ്ങനെ ശരഭംഗ ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ട് ഭഗവാൻ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലാണ് എത്തിച്ചേർന്നത്. അങ്ങനെ അദ്ദേഹത്തെ വന്ദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് മുനിമാരുടെ ആ ഒരു അവസ്ഥയെ പറഞ്ഞ് രാക്ഷസന്മാരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളെ വിവരിച്ച് കേൾപ്പിച്ചു. അപ്പോൾ ഭഗവാനാകട്ടെ ആ തപസ്സികൾക്ക് ഉണ്ടാകുന്ന ഉപദ്രവത്തിൽ നിന്ന് ആ രക്ഷോഗണങ്ങളെ മുഴുവൻ തന്റെ മൂർച്ചയുള്ള അമ്പുകളാൽ നിഗ്രഹിച്ചു കൊള്ളാമെന്ന് അഗസ്ത്യ മഹർഷിയുടെ മുമ്പിൽ വെച്ച് പ്രതിജ്ഞയും ചെയ്ത് അതിൽ സന്തുഷ്ടനായ അഗസ്ത്യ മഹർഷിയാകട്ടെ മഹാവിഷ്ണുവിന്റെ ദിവ്യമായ ധനുസും ഒരിക്കലും ലക്ഷ്യം തെറ്റാത്ത ആ ബ്രഹ്മാസ്ത്രവും ഒടുങ്ങാത്ത അമ്പുകളുള്ള ആ അക്ഷയ തൂണീരങ്ങളും സമ്മാനിച്ചു. പിന്നെ അവിടെ നിന്ന് യാത്ര തുടർന്ന് വഴിമധ്യേ പിതാവായ ദശരഥന്റെ ഉത്തമ സുഹൃത്തായ ജഡായുവിനെ കണ്ടുമുട്ടുകയും പരിചയപ്പെടുകയും ചെയ്തു. തുടർന്ന് ഗോദാവരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ പഞ്ചവടി എന്ന സ്ഥലത്ത് ഭഗവാൻ സീതാദേവിയോടും ലക്ഷ്മണനോടൊപ്പം ആനന്ദത്തോടെ വസിക്കുവാൻ ആരംഭിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. നത്വാഗസ്ത്യം സമസ്താശര നികര സപത്രാകൃതിം താപസേഭ്യ പ്രത്യസ്രൗഷി പ്രിയൈഷി തദനുജ മുനിനാ വൈഷ്ണവേ ദിവ്യചാപേ ബ്രഹ്മാസ്ത്രേ ഭിദത്തെ പതി പിതൃസുഹൃദം വീക്ഷ്യ ഭൂയോ ജഡായും മോദാദ്ഗോദാതടാന്തേ പരിരമസി പുരാ പഞ്ചവഢ്യാം വധൂഢ്യാ. എട്ടാമത്തെ ശ്ലോകം. പ്രാപ്തായ ശൂർപ്പണഖ്യാം മദനചലധൃതേർഅർത്ഥനൈർനിസ്സഹാത്മാ താം സൗമിത്രൗ വിസൃജ്യ പ്രബലതമരുഷാ തേന നിർലൂനനാസാം ദൃഷ്ട്വൈനാം ദുഷ്ടചിത്തം കരമഭിപതിതം ദൂഷണം ച ത്രിമൂർധം വ്യാഹിംസീരാശരാനപ്യായുധസമധികാം തക്ഷണാദക്ഷതോഷ്മാ. പ്രാപ്തായാഃ ശൂർപ്പണാഖ്യാഃ മദനജലധൃതേഃ അർദ്ധനൈഃ നിസ്സഹാത്മാ താം സൗമിത്രൗ വിസൃജ്യ പ്രബലതമരുഷാ തേന നിർലൂനനാസാം ദൃഷ്ട്വാ ഏനാം ദുഷ്ടചിത്തം ഖരം അഭിപതിതം ദൂഷണം ച ത്രിമൂർധം വ്യാഹിംസീഃ ആശരാൻ അപി അയുധ സമധികാൻ തക്ഷണാത് അക്ഷതോഷ്മ. മദനജലധൃതേഹേ, അങ്ങനെ മദനപരവശയായി കാമവികാരത്താൽ ധൈര്യം നശിച്ചവളായി പ്രാപ്തായാഹ ശൂർപ്പണാഖ്യാഹ അടുത്തു വന്ന ആ ശൂർപ്പണകയുടെ അർദ്ധനൈഹി നിസ്സഹാത്മാ
ആ വിവാഹ അഭ്യർത്ഥന അത് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ താം സൗമിത്രവും വിസൃജ്യ അവളെ ലക്ഷ്മണന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. പ്രബലതമരുഷ തേന അത്യന്തം കോപാകുലനായ ആ ലക്ഷ്മണൻ നിർലൂനനാസാം കൃത്വ അവളുടെ മൂക്കും മുലയും കാതുമെല്ലാം ഛേദിച്ചു കളഞ്ഞു. ഏനാം ദൃഷ്ടുവ അങ്ങനെയുള്ള അവളെ കണ്ടിട്ട് അവളുടെ സഹോദരന്മാർ ദുഷ്ടചിത്തം വർദ്ധിച്ച കോപത്തോടുകൂടി അഭിപതിതം നേരെ ഭഗവാനോട് യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. ഖരം ദൂഷണം ച ത്രിമൂർധം ഖരനും ദൂഷണനും ത്രിശിരസും ത്രിമൂർധാവ് എന്ന് പറയുന്ന ത്രിശിരസും ആയുധ സമധികാൻ ആശരാൻ അഭി 10,000-ലധികം രാക്ഷസന്മാരെയും കൂട്ടിയാണ് ഭഗവാനോട് യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടത്. അക്ഷദോഷ്മ എന്നാൽ ഭഗവാനാകട്ടെ യാതൊരു അക്ഷമയുമില്ലാതെ വർദ്ധിച്ച വീര്യത്തോടുകൂടി തന്നെ തക്ഷണാത് അപ്പോൾ തന്നെ വ്യാഹിംസീഹി ആ ഖരദൂഷണ ത്രിശിരാക്കളെയും 14,000 അസുരന്മാരെയും നിഷ്പ്രയാസം വധിച്ചു കളഞ്ഞു. അങ്ങനെ കാമാതുരയായ ശൂർപ്പണഖ രാക്ഷസിയായിരുന്നിട്ടും അവൾ അതിമനോഹരമായ രൂപം പൂണ്ട് ശ്രീരാമന്റെ അടുത്തെത്തി തന്നെയൊന്ന് പ്രണയിക്കുവാനും വിവാഹം കഴിക്കുവാനുമായിട്ട് അപേക്ഷിച്ചു. അപ്പോൾ അവളുടെ ശല്യം സഹിക്കാതെ ഭഗവാൻ അവളെ ലക്ഷ്മണന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ അവൾ ലക്ഷ്മണന്റെ സമീപം ചെന്ന് ലക്ഷ്മണനെ ശല്യപ്പെടുത്തുകയും പിന്നീട് സീതാദേവിയെ ഉപദ്രവിക്കാൻ തുനിയുകയും ചെയ്തു. അപ്പോൾ അത് കണ്ട് വർദ്ധിച്ച കോപത്തോടുകൂടി തന്നെ ലക്ഷ്മണൻ പാഞ്ഞു വന്ന് അവളുടെ മൂക്കും കാതും മുലകളും വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ രക്തം വാർന്നൊഴുകിയ അവൾ ഭയന്ന് ഓടിച്ചെന്നത് അവളുടെ സഹോദരനായ ഖരൻ എന്ന രാക്ഷസ രാജാവിന്റെ അടുത്തേക്കാണ്. വിവരങ്ങളെല്ലാം അറിഞ്ഞ ഖരനാകട്ടെ തന്റെ സഹോദരന്മാരായ ദൂഷണൻ ത്രിശിരസ് എന്നിവരും 14,000-ഓളം വരുന്ന പോരാളികളായ മറ്റ് രാക്ഷസ പടയവും കൂട്ടിക്കൊണ്ട് ശ്രീരാമനെ ആക്രമിക്കുവാനായിട്ട് പാഞ്ഞെടുത്തു. എന്നാൽ തന്റെ വീര്യത്തിനോ പ്രതാപത്തിനോ യാതൊരു കോട്ടവും തട്ടാതെ തനിയെ നിന്ന് ആ 14,000 രാക്ഷസന്മാരെയും അവരുടെ സേനാധിപന്മാരായി വന്ന ഖരദൂഷണ ത്രിശിരാക്കളെയും ഭഗവാൻ നിമിഷ നേരം കൊണ്ട് വധിച്ചു കളഞ്ഞു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. പ്രാപ്തായ ശൂർപ്പണഖ്യാ മദന ചലദ്രിധേർ ആർത്തനൈർനിസ്സഹാത്മാ താം സൗമിത്രൗ വിസൃജ്യ പ്രബലതമരുഷ തേന നിർലൂനനാസാം ദൃഷ്ട്വൈനാം ദുഷ്ടചിത്തം കരമഭിപതിതം ദൂഷണം ച ത്രിമൂർത്തം വ്യാഹിംസീരാശരാൻ അപ്യയുധ സമധികാം തക്ഷണാദക്ഷദോഷ്മാ. 9-ാമത്തെ ശ്ലോകം. സോദര്യാ പ്രോക്തവാർത്താ വിവശ ദശമുഖാത് ഇഷ്ടമാരീജമായാ സാരംഗം സാരസാക്ഷ്യാം സ്പൃഹിതമനുഗത പ്രാവധീർബാണഘാതം തന്മായാക്രന്ദ നിർയാപിത ഭവതനുജാം രാവണസ്താമഹർഷീം തേനാർത്തോപി ത്വമന്ത കിമപി മുദമധാ ലാഭാത്. സോദര്യ പ്രോക്ത വാർത്താഃ വിവശ ദശമുഖ ആദിഷ്ട മാരീച മായാസാരംഗം സാരസാക്ഷ്യ സ്പൃഹിതം അനുഗതഃ പ്രാവതീഃ ബാണഘാതം തത് മായാക്രന്ദ നിർയാപിത ഭവത് അനുജാം രാവണഃ താം അഹാർഷീത് തേനാർത്തഃ അപി ത്വം അന്തഃ കിം അപി മുദം അധാഃ തത് വധോപായ ലാഭാത്. സോദര്യ പ്രോക്തവാർത്ത. അങ്ങനെ ഖരദൂഷണാക്കളുടെ ആ നിര്യാണ വാർത്ത കൂടെ അറിഞ്ഞപ്പോഴേ ആകെ ഭയന്നു പോയ ശൂർപ്പണഖ പിന്നീട് രാവണന്റെ അടുക്ക ചെന്ന് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. രാമന്റെ ആ പരാക്രമത്തെക്കുറിച്ചും സീതാദേവിയുടെ സൗന്ദര്യത്തെക്കുറിച്ചും വർണ്ണിച്ച് കേൾപ്പിച്ചു കൊടുത്തു. അത് കേട്ടിട്ട് ദശമുഖാത് ഇഷ്ടമാരീച മായാസാരംഗം മാരീചൻ എന്ന അമ്മാവന്റെ അടുത്ത് ചെന്നിട്ട് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞിട്ട് ആ സീതയെ മോഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മായാരൂപം പൂണ്ട മാനായിട്ട്, ഒരു സ്വർണ്ണവർണ്ണത്തിൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു മാനായിട്ട് ചെന്ന് അവളെ ആകർഷിക്കണം എന്ന് പറഞ്ഞ് അയച്ചു. അതിൻ പ്രകാരം മാരീചനാകട്ടെ, നമുക്കറിയാം മാരീചനെ ആദ്യമേ വിശ്വാമിത്ര മഹർഷിയുടെ യാഗം രക്ഷിക്കുവാനായിട്ട് പോയപ്പോൾ മാരീചനെ ഭഗവാൻ ഓടിച്ചു വിട്ടെന്നാണ്. അന്നു മുതൽ മാരീചൻ ഭഗവാന്റെ ഭക്തനായിട്ട് മാറിയതാണ്. അതിൻ പ്രകാരം വളരെയധികം ഉപദേശം കൊടുത്തു രാവണന്. എങ്കിൽ കൂടിയും രാവണൻ അതൊന്നും വകവയ്ക്കാതെ നിർബന്ധിക്കുകയാണ് ഉണ്ടായത്. അതിൻ പ്രകാരം മാരീചൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു മാനായിട്ട് ചെന്ന് സീതയുടെ ആശ്രമത്തിന് ചുറ്റും അങ്ങനെ ഓടിക്കളിക്കുവാനായിട്ട് തുടങ്ങി. അതിൽ ആകൃഷ്ടയായ
സീതാദേവിയാകട്ടെ അതിനെ പിടിക്കുവാനായിട്ട് രാമനോട് നിർബന്ധപൂർവം പറഞ്ഞ് അയക്കുകയാണ് ചെയ്തത്. അതാണ് ഇവിടെ പറയുന്നത്. സാരസാക്ഷ്യ സ്പൃഹിതം, ആ അംബുജനേത്രയായ താമരക്കണ്ണിയായ ആ സീത ആഗ്രഹിച്ചപ്പോൾ അനുഗതഃ അതിനെ പിന്തുടർന്നുകൊണ്ട് ബാണഗാധം പ്രാവതേഹി അതിനെ പിടിക്കുവാൻ കഴിയാതെ അമ്പെയ്ത് വധിക്കുകയും ചെയ്തു. തത് മായാക്രന്തം, ആ മാരീചനാകട്ടെ മായയാൽ ലക്ഷ്മണനെ വിളിച്ച് കരയുകയാണ് ഉണ്ടായത്. അതാണ് നിര്യാപിത ഭവതനുജാം. ആ മാരീചന്റെ മായാ നിലവിളി കേട്ടിട്ട് സീതയാൽ അയക്കപ്പെട്ട ലക്ഷ്മണൻ ജ്യേഷ്ഠനെ അന്വേഷിക്കുവാനായിട്ട് പോയ നേരത്ത് താം രാവണഹ അഹാർഷീത്, ആ സീതാദേവിയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയി. തേനാർത്തഹ അഭി, അത് അറിഞ്ഞ് ഭഗവാനാകട്ടെ പുറമേ അവിടെ നിന്ന് ദുഃഖിതനായിട്ടാണ് അഭിനയിച്ചത്. എങ്കിലും തത് വധോപായലാഭാത്, അവനെ വധിക്കുവാനുള്ള ഉപായം ആയല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ത്വം അങ്ങ് അന്തഹ അന്തരംഗത്തിൽ കിം അഭിമുദം അതാഹ ഉള്ളിൽ സന്തോഷിക്കുകയും ചെയ്തു. അങ്ങനെ തന്റെ അനുജത്തി ശൂർപ്പണഖയുടെ മൂക്കറുത്ത വിവരവും രാമൻ 14,000 രാക്ഷസന്മാരെ തനിയെ വധിച്ച വിവരവും സീതാദേവിയുടെ അതിരറ്റ സൗന്ദര്യത്തെക്കുറിച്ചും കേട്ട രാവണൻ കാമാതുരനായിക്കൊണ്ട് സീതയെ അപഹരിക്കുവാനായിട്ട് നിശ്ചയിച്ചു. രാവണൻ മാരീചനെ സമീപിച്ച് പൊന്മാന്റെ രൂപം ധരിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ പഞ്ചവടിയിൽ പ്രത്യക്ഷപ്പെട്ട മാരീചന്റെ ആ പൊന്മാനെ കണ്ടിട്ട് അത്ഭുതപ്പെട്ട സീതാദേവി അതിനെ പിടിക്കുവാനായിട്ട് ശ്രീരാമനോട് അപേക്ഷിച്ചു. പത്നിയുടെ ആഗ്രഹപ്രകാരം രാമൻ മാനിനെ പിന്തുടർന്നു പോവുകയും അമ്പെയ്ത് അതിനെ അവസാനം വധിക്കുകയും ചെയ്തു. എന്നാൽ ആ ചത്തുവീഴുന്ന നിമിഷത്തിൽ മാരീചൻ രാമന്റെ ശബ്ദത്തിൽ സീതയെയും ലക്ഷ്മണനെയും വിളിച്ച് ഉറക്കെ നിലവിളിച്ചു. ഇത് കേട്ട് ഭയന്ന സീതാദേവി ലക്ഷ്മണനെ നിർബന്ധിച്ച് രാമന്റെ അടുത്തേക്ക് പോകുവാനായിട്ട് അയച്ചു. ആ സമയം നോക്കി രാവണൻ സന്യാസിയുടെ വേഷത്തിലെത്തി സീതാദേവിയെ അപഹരിച്ചു. തുടർന്ന് ആശ്രമത്തിൽ തിരിച്ചെത്തിയ ശ്രീരാമൻ സീതയെ കാണാതെ പുറമേ സാധാരണ മനുഷ്യനെ പോലെ അത്യന്തം ദുഃഖിച്ച്, എന്നാൽ സാക്ഷാൽ പരമാത്മാവായ ഭഗവാന്റെ മനസ്സിൽ ആ ഒരു രഹസ്യ സന്തോഷമാണ് ഉണ്ടാക്കിയത്. കാരണം ഭൂമിക്ക് ഭാരമായിരുന്ന രാവണനെ വധിക്കുവാൻ ഉള്ള ഒരു സന്ദർഭം നോക്കിയാണല്ലോ വനത്തിലേക്ക് വന്നത് തന്നെ. ഇത് കാര്യമായി എന്ന് ഭഗവാൻ ചിന്തിച്ചു. എന്നാൽ പുറമേ ആകട്ടെ സാധാരണ മനുഷ്യരെ പോലെ പരിതപിക്കുവാനും സീതയെ ചൊല്ലി കരയുവാനും തുടങ്ങി എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. സോദര്യാ പ്രോക്തവാർത്താ വിവശദശമുഖാത് ഇഷ്ടമാരീചമായ സാരംഗം സാരസാക്ഷ്യാ സ്പൃഹിതമനുഗത പ്രാവധീർബാണഘാതം തന്മായാക്രന്ത നിർയാപിത ഭവതനുജാം രാവണസ്താമഹർഷി തേനാർത്തോപി ത്വമന്ത കിമപി മുദമധാം തദ്വതോപായലാഭാത്. 10ാമത്തെ ശ്ലോകം. പൂയസ്ത്വന്വീൻ വിജിന്നൻ അഹൃതദശമുഖസ്ത്വദ്വധൂം മദ്വധേനേ ഇത്യുക്തായാദേ ജഡായൗ ദിവമദസുഹൃദ പ്രാതനോ പ്രേതകാര്യം ഗൃഹ്ണാനം തം കബന്ധം ജഗനിധ ശബരിം പ്രേക്ഷ്യ പമ്പാതടേ ത്വം സംപ്രാപ്തോ വാദസൂനും കൃശമുദിതമനാ പാഹി വാദാലയേശ. പൂയഃ തന്വീം വിജുന്വൻ അഹൃത ദശമുഖഃ തത് വധൂം മത് വദേന ഇതി ഉക്ത്വാ യാദേ ജഡായൗ ദിവം അധ സുഹൃദഃ പ്രാതനോഃ പ്രേതകാര്യം ഗൃഹ്ണാനം തം കബന്ധം ജഘനിത ശബരീം പ്രേക്ഷ്യ പമ്പാതടേ ത്വം സംപ്രാപ്തഃ വാദസൂനും പൃശമുദിതമനഃ പാഹി വാതാലയേശ. വാതാലയേശ അല്ലയോ ഗുരുവായൂരപ്പ. പൂയഃ പിന്നീട് തന്വീൻ വിജിന്നൻ വീണ്ടും ആ സുന്ദരിയായ സീതാദേവിയെ തിരഞ്ഞു നടക്കുന്ന അങ്ങയോട് ദശമുഖഃ മദ്വദേന തദ്വധൂ അഹൃതഃ, ദശമുഖൻ ആ രാവണൻ മധുവദേന എന്നെ വധിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് ത്വദ്വധും അങ്ങയുടെ വധുവിനെ അഹൃതഃ അപഹരിച്ചു കൊണ്ടുപോയി. ഇതി ഉക്ത്വാ ജഡായൗ ദിവം യാദേ സതി. ഇത്രയും പറഞ്ഞ് ജഡായു പരമപദം പ്രാപിച്ചപ്പോൾ അധ അനന്തരം പ്രാതനോഹോ സുഹൃദഃ പ്രേതകാര്യം, തന്റെ പിതാവിന്റെ സുഹൃത്തായ ജഡായുവിനോടുള്ള സ്നേഹത്താൽ പുത്രനായിട്ട് നിന്നുകൊണ്ട് ആ സംസ്കാര ക്രിയകളെല്ലാം ചെയ്ത് പിന്നീട് തം ഗൃഹ്ണാനം കബന്ധം ജഗനിധ, അങ്ങനെ പോകുന്ന വഴി മധ്യേ കബന്ധൻ എന്ന് പറയുന്ന രാക്ഷസൻ രാമലക്ഷ്മണന്മാരെ കടന്നു പിടിച്ചു.
അപ്പോൾ ഭഗവാനും ലക്ഷ്മണനും അവന്റെ ഓരോ കരം വീതം അറുത്ത് അവനെ വധിക്കുകയും ചെയ്തു. പിന്നീട് ശബരിം പ്രേക്ഷ്യ, അതിനുശേഷം ശബരി എന്ന ഭക്തയെ കണ്ട് അവക്ക് അനുഗ്രഹവും കൊടുത്തിട്ട് പമ്പാതടേ ത്വം വാദസൂനും സംപ്രാപ്തഃ, പമ്പാ നദിയുടെ തീരത്ത് വെച്ച് അവിടുന്ന് ഹനുമാനെ കണ്ടുമുട്ടുകയും കൃശമുദിതമനാഹ, അത്യന്തം സന്തോഷമുള്ള മനസ്സോടുകൂടിയവനായി തീർന്നു. അപ്പോൾ ഹേ ഭഗവൻ, അല്ലയോ ഭഗവാനെ, മാം പാഹി, എന്നെയും സംരക്ഷിക്കണമേ. സീതാദേവിയെ കാണാതെ വനത്തിലുടനീളം അന്വേഷിച്ച് നടന്ന ശ്രീരാമലക്ഷ്മണന്മാർ രാവണനുമായിട്ട് യുദ്ധം ചെയ്ത് ചിറകറ്റ് വീണ് കിടക്കുന്ന ആ ജടായുവിനെ കണ്ടുമുട്ടുകയും രാവണനാണ് സീതയെ അപകരിച്ചു കൊണ്ടുപോയത് എന്ന് ശ്രീരാമനോട് പറഞ്ഞ ശേഷം ആ പക്ഷിശ്രേഷ്ഠൻ ജീവൻ വെടിയുകയും ചെയ്തു. തന്റെ പിതാവായ ദശരഥന്റെ സുഹൃത്തായ ജടായുവിന് മകന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ശ്രീരാമചന്ദ്രൻ സംസ്കാര ക്രിയകളും തർപ്പണവും നടത്തി സീതയെ അന്വേഷിച്ച് യാത്ര തുടർന്നു. അങ്ങനെ പോകുന്ന വഴിയിൽ ഭീകരരൂപിയായ കബന്ധൻ അവരെ പിടികൂടുകയും രണ്ടുപേരും ചേർന്ന് കബന്ധന്റെ ഓരോ കൈവീതം മുറിച്ച് അങ്ങനെ അവന് മോക്ഷം നൽകുകയും ചെയ്തു. കബന്ധൻ ഒരു ഗന്ധർവനായിരുന്നു. ആ ഗന്ധർവന് ശാപമോക്ഷം കിട്ടി. ആ കബന്ധൻ പറഞ്ഞതിന് പ്രകാരം പമ്പാനദിയുടെ തീരത്തുള്ള ശബരിയുടെ ആശ്രമത്തിലെത്തുകയും തന്റെ ആശ്രമത്തിലെത്തിയ രാമന് എന്ത് നൽകണമെന്നറിയാതെ പരിഭ്രമിച്ച് ഓടി നടന്ന് കിട്ടിയ ഫലങ്ങളെല്ലാം പറിച്ചുകൊണ്ട് വന്നിട്ട് നല്ലതാണോ എന്ന് നോക്കാനായിട്ട് ഓരോ പഴവും എടുത്ത് കടിച്ചു നോക്കി നല്ലതാണേ എന്ന് കണ്ടിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ശബരി ഭക്തിയോടെ നൽകിയ ആ കനികൾ ഭക്ഷിച്ചിട്ട് അവളെ അനുഗ്രഹിക്കുകയും ശേഷം അവൾ പറഞ്ഞതിന് പ്രകാരം ഋഷിമുഖാചലത്തിലേക്ക് പോവുകയും ആ നിത്യദാസനും വായുപുത്രനുമായ ഹനുമാന്റെ സംഗമം വരെയാണ് ഈ ഒരു ദശകത്തില് പറയുന്നത്. വരുന്ന ഭാഗങ്ങള് അടുത്ത ദശകത്തിലായിട്ടാണ്. അങ്ങനെ ഹനുമാനെയും കണ്ടുമുട്ടി ഹനുമാന്റെ ഭക്തിയും ബുദ്ധിയും കണ്ട് അത്യന്തം സന്തോഷിച്ച ഭഗവാൻ ഹനുമാൻ വഴി സുഗ്രീവനുമായിട്ട് സഖ്യത്തിലാവുകയും ചെയ്തു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. പൂയസ്ത്വന്വിൻ വിജിന്വന്നഹൃതദശമുഖസ്ത്വദ്വധൂമദ്വദേനേ ഇത്യുക്ത്വാ യാതേ ജടായൗ ദിവമദസുഹൃദ പ്രാതനോ പ്രേതകാര്യം ഗൃഹ്ണാനം തം കബന്ധം ജഗനിത ശബരീം പ്രേക്ഷ്യ പമ്പാതടേ ത്വം സംപ്രാപ്തോ വാദസൂനും ഭൃശമുദിതമനാ പാഹി വാദാലയേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം.